കാണുന്നതൊക്കെ ജീപ്പ്, ബൊലേറോ അങ്ങനത്തെ സ്പെയർ പാർട്സുകളായി കാണുന്നു. ഒക്കെ പൊളിക്കാൻ കൊണ്ടിട്ട വണ്ടികളായി കാണുന്നത്. നിങ്ങൾ ഇപ്പം കമ്പനികൾ കൊടുക്കുന്നതിന് കുറഞ്ഞ വിലയിലായിരിക്കും അവിടെ ഉണ്ടാവുക. പകുതിൻ്റെ പകുതി. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിന്ന് കോഴിക്കോട് വളരെ ഫേമസ് ആയിട്ടൊരു സ്ഥലമുണ്ട്, കൊട്ട എന്ന് പറയും, അല്ലെങ്കിൽ പൊളി മാർക്കറ്റ്. അപ്പോൾ പല ഭാഗങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. കാസർഗോഡ് പോയാൽ പട്ടാളം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ബാംഗ്ലൂർ, മൈസൂർ, കർണാടക പോയി കഴിഞ്ഞാൽ ഗുജിരി എന്ന് പറയും. അപ്പോൾ ഇത് ശരിക്കും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റിൽപ്പെട്ട ഒന്നാണ്. ശരിക്കും തൃശ്ശൂരാണ് പിന്നുള്ളത്. അപ്പോൾ എന്തായാലും കൊട്ടനെക്കുറിച്ചുള്ള പഴയ സാധനങ്ങളുടെ വിശദമായിട്ടുള്ള ഒരു എൻ്റെ ഇവിടെ യൂസഫ് ഇരിക്കുന്നുണ്ട്, ഇവിടുത്തെ മെയിൻ പോർട്ടറാണ്. ഇതാ അവരെന്നെ ഒന്ന് ഗൈഡ് ചെയ്യുന്നുണ്ട് പല ഭാഗത്തേക്കും. അപ്പോൾ എന്തായാലും വിശദമായിട്ട് കൊട്ടനെക്കുറിച്ചുള്ള പൊളി മാർക്കറ്റും മറ്റ് സാധനങ്ങളും വിശദമായിട്ട് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇത് പൊളിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഏതാ വണ്ടി? പൾസറാ അല്ലേ? ഇതുകൊണ്ടല്ലേ പൊളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ കാണുന്നത്. ഇവിടെയൊക്കെ പൊളിക്കുന്ന, ഇവിടെ ഏരിയ സ്പേസ് കുറച്ച് കുറവാണ്. ഒറിജിനൽ കമ്പനി അല്ല, പക്ഷേ ഇത് പുതിയ ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ സാധനം. ഇതെങ്ങനെ മോനെ ഇതിന്റെ ഐറ്റംസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. മെയിൻ ഐറ്റം മിറർ, ഹെഡ്ലൈറ്റ്, അങ്ങനത്തെ കാര്യം. മിറർ ഒറിജിനൽ ആണ്. സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ്, പിന്നെ ഫ്രഷ് ഉണ്ട്, ഫ്രഷ് പീസ് ഉണ്ട്. എല്ലാം അവൈലബിൾ അല്ലേ ഇവിടെ? ഓൾമോസ്റ്റ് എല്ലാ കാറിന്റെയും, എല്ലാ കാറിന്റെയും ലക്ഷറി അല്ലാതെ ഒഴിച്ച് ബാക്കിയെല്ലാം അവൈലബിൾ. ഓക്കെ, ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, ബ്രേക്ക് ലൈറ്റ്, ബമ്പർ. നിങ്ങളുടെ പേര്? സെയ്ദ്. ഇതല്ലേ ഫുള്ള് ബുള്ളറ്റാണ്, ഫുൾ ജാവയാണ് കിടക്കുന്നതല്ലേ. ജാവാൻ്റെ ഫുൾ ഐറ്റംസ് കാണാം. ഹോണ്ട, ബുള്ളറ്റ്. എല്ലാ ബൈക്കിനും ഉണ്ട് സ്പെയറും കാര്യങ്ങളും. ടൂ വീലർ ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്. സെക്കൻഡ് വണ്ടി പൊളിക്കുന്നല്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനം ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? ഈ ഏരിയ മുഴുവനും ശരിക്കും ഇത് ടയേഴ്സിൻ്റെതാണ്. ടയറിൻ്റെ സെക്കൻഡ് ടയർ, എല്ലാത്തരം ടയറുകളും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് ലോറി പൊളിക്കുന്നത്, കാറ് എല്ലാം പൊളിക്കുന്ന സ്ഥലങ്ങളും കാണാം. ഇവിടെ കാണുന്നത് എൻജിൻസാണ്, ഹെവി വെഹിക്കിളിൻ്റെ എൻജിൻസ്. നിങ്ങളെ പേരെന്താ? അക്ബർ അല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് ഇവിടെ ശരിക്കും? ലോറിൻ്റെ മെയിൻ സ്പെയർ പാർട്സുകൾ, എൻജിൻസ്, ഇതൊക്കെ അല്ലേ?
ഇവിടെ ലോറിൻ്റെ ഒക്കെ എൻജിൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതല്ലേ, അതൊക്കെ ഫുള്ള് ഐറ്റംസാണ്. എന്താ क्या है? मोहम्मद സമീർ. ഇതുണ്ട് വീൽ കപ്പുകൾ കിട്ടുന്ന മാത്രം ഷോപ്പ്. വീൽ കപ്പുകൾ മറ്റെല്ലാ സ്പെയർ പാർട്സും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഓണറൊക്കെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളെ പേരെന്താ? മുബാറക്ക്. എവിടെ വീട്? നടുവട്ടം. ഇത് എത്ര വർഷമായി നിങ്ങളെ ഫ്രണ്ടാ? അത് നിങ്ങൾ ഇതന്നെ സെയിം ബിസിനസ്സാ? നിങ്ങളെന്താ പരിപാടി? ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ. നിങ്ങൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് ശരിക്കും ഇവിടെ? വണ്ടിയുടെ കാറിന്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ. അപ്പം ശരിക്കും ഞാനൊരു എന്താ പറയാ, ഞാനിപ്പോഴും ഇവിടുന്ന് ശരിക്കും ഒരു ചെറിയൊരു അൾട്ടോന്റെ ഗ്ലാസ് കേടായി പോയിരുന്നു. അപ്പോൾ ഇവിടുന്ന് വാങ്ങി. മറ്റു സ്ഥലങ്ങളിൽ ചോദിച്ചപ്പോൾ 400-500 റുപ്യൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ശരിക്കും ഇവിടെ ഒരു 100 രൂപക്ക് പഴയൊരൊന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത്രക്കും ചീപ്പാണ് ശരിക്കും ഷോപ്പ്. ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. ഇതിന്റെ പേരെന്താ നിങ്ങളുടെ ഷോപ്പിന്റെ? മുബാറക്ക് ഷോപ്പ്. ഇവിടെ കുറെ ഒരുപാട് വന്ന് കാണ്ടിയ ശരിക്കും ഈ കുട്ട എന്ന് പറയുന്ന സ്ഥലം. ഞാൻ മൈസൂരാണ് സെറ്റിൽ ചെയ്തത്. അപ്പൊ മൈസൂരിൽ നിന്ന് ശരിക്കും അവിടെ സ്പെയർ പാർട്സ് നോക്കി അവൈലബിൾ. അവിടെ ഗുജരി എന്നാ പറയാം, ഇവിടെ കൊട്ട. അവിടെ കുട്ട എന്ന് പറയും. കൊട്ട. അവിടുന്ന് ഞാൻ സത്യത്തിന്റെ ഫ്രണ്ട് പറഞ്ഞ് കുട്ടയ്ക്ക് പോയാൽ മതി. കൊട്ടല്ല, കുട്ടല്ലേ? കൊട്ടയാണ്, കുട്ടല്ല. ഇവരെ പ്രത്യേകത എന്താ അറിയോ? എനിക്ക് ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മളെ നാട്ടിലുള്ള നമ്മളൊരു റെഫറൻസ് ഉണ്ടല്ലോ, സുഹൃത്തുക്കള് പല സ്ഥലത്തുള്ള, അവർക്ക് റെഫറൻസ് എടുത്ത് മുബാറക്കിന്റെ കടയിൽ നിന്നും ഒരു സാധനം വാങ്ങാറിഞ്ഞാല് അത് ട്രസ്റ്റാണ്, പറ്റിക്കലുണ്ടാവില്ല. അപ്പൊ പറയുന്നത് നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട, ബാക്കിയെല്ലാം ധൈര്യമായിട്ട് പറയാം. ഒന്ന് ഷോപ്പ് ഒന്ന് ഉള്ളിൽ കണ്ടു. പല ഐറ്റംസ് ഉണ്ട് അവൈലബിൾ ആണ്. കുറച്ച് ലൈറ്റ് കുറവുണ്ട്. ഇതെന്താ അത് സ്റ്റീരിയോ ഇൻഫോർടൈൻമെന്റ് അല്ലേ? സെക്കൻഡ് ഉണ്ട്, ഫ്രഷ് ഉണ്ട്. ഇത് മഡ് ഗാർഡുകൾ, ഗ്ലാസ്, ബാക്ക് വിൻഡോ, എല്ലാത്തരം ഐറ്റംസ് ഇത് ഇവിടെ അവൈലബിളാണ്. ഒരുവിധം എല്ലാ പാർട്സും ഉണ്ടല്ലേ കാറുകളെ? സീറ്റ്. ഓക്കെ. അതല്ലേ സീറ്റ് എല്ലാ മോഡലിനും കാറുകൾക്കും അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ അടുത്ത്? നിങ്ങളെ പേരെന്താ? കരീം. ഓക്കെ. ഒരുപാട് വർഷമായി ഈ ഫീൽഡിൽ? ഒരുവിധം എല്ലാ സാധനം ഉണ്ട് അല്ലേ? ഇത് നിഷാദ് നമ്മളെ സുഹൃത്തും കൂടിയാണ്. അടിപൊളി എല്ലാ ഐറ്റം. എന്തൊക്കെ മെയിൻ നിങ്ങളെ ഡീലിങ്? കാറിന്റെ ഒരുവിധം എല്ലാ ഐറ്റംസ് അവൈലബിൾ അല്ലേ? അപ്പുറത്തിരുന്ന ഷോപ്പ് അവർ പൊളിക്കാണ്ട് അല്ലേ? നിഷാദ് ഒരുപാട് ഓൾഡ് പഴയ കച്ചവടക്കാരനാണ് ഇവിടുത്തെ അല്ലേ? ഞാൻ ഒരിക്കലും മൈസൂരിൽ നിന്ന് വന്നിട്ട് ഓർമ്മയില്ല, സെൻസർ വാങ്ങിപ്പോ. ഇതുവരെ ബ്രദറിന്റെ കട ഉണ്ട്. ഇത് അപ്പുറത്ത് ബ്രദറിന്റെ കടയാണ്. ഇവിടെ എന്തൊക്കെയാ നിങ്ങൾ ഐറ്റംസ് വിൽക്കുന്നത്? ഇതെന്താ മറ്റേ വീലല്ലേ? ഹെവി വണ്ടിൻ്റെ ഹെവിൻ്റെതാ? നിസാൻ മാത്രമാ? ഏഷ്യർ ഒക്കെ വലിയ ലോറി അല്ലേ? ലോറി ഐറ്റംസിൻ്റെ എല്ലാം ഇവിടെ പരിപാടി ഉണ്ട് അല്ലേ? ഇതെന്താ സംഭവം? ഇതെന്താ ഐറ്റം? ഇതിനെന്താ പറയാ? ഹൗസിംഗ് അല്ലേ?
ഇതൊക്കെ ലോറിൻ്റെ ഹൗസിങ്ങാ? അല്ല ലോറി അല്ലേ? ഇതെന്താ അതിന് പേര് പറയാം? ഗിയർ ബോക്സ്. ഓക്കെ. ഗിയർ ബോക്സ് ഹെവി നിസാൻ ഐസർ ഹെവി വെഹിക്കിൾസിൻ്റെ മാത്രം ഡീലേഴ്സ് അവർ. കുട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും മലബാറിൽ വളരെ ഫേമസ് ആണ് ശരിക്കും. ഇതെന്താ എഞ്ചിനാ? എന്തിൻ്റെ? ടാറ്റ അല്ലേ? ടാറ്റ കുട്ടി. ആ ശരി. ഓക്കെ. നിങ്ങളെന്തൊക്കെ അതൊക്കെ അത്ര ഡീൽ ചെയ്യുന്നത്? ഇതൊരു മഹാലോകമാണ് ശരിക്കും കുട്ട എന്ന് പറയുന്നത്. ശരിക്കും ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണം. വണ്ടി ഇല്ലാത്തവരും വണ്ടി ഉള്ളവരും. കുറേ പേർക്കൊക്കെ നല്ല പരിചയമാണ്. ബോഡി പാർട്സും ഹൗസിംഗ് അല്ല അവൈലബിൾ? ഹൗസിംഗ് ബോഡി പാർട്സ് ഒക്കെ അവൈലബിൾ അവിടെ. ജീപ്പ് ബൊലേറോ ഒക്കെ. ഇതൊക്കെ അതിൻ്റെ ഐറ്റംസാ? ജീപ്പ് ബൊലേറോൻ്റെ കാണുന്നതൊക്കെ ജീപ്പ് ബൊലേറോ അങ്ങനത്തെ സ്പെയർ പാർട്സുകളായി കാണുന്നു. ഇത് ബൊലേറോ അല്ല? ഇതെന്താ? എന്തിൻ്റെ ഹെഡ്ലൈറ്റ് അത്? ഇതേതിൻ്റെ? ഹോണ്ട ജാസിൻ്റെ. അവർ വാങ്ങിക്കാൻ പോവാ? നിങ്ങളിവിടെ വാങ്ങിക്കാൻ വന്നാ? വാങ്ങിച്ചോ ആൾറെഡി? എത്ര രൂപേന്? 1,300. പുതിയനോ? 3ൻ്റെ മേലുണ്ടാവും. അല്ല, ഇത് പുതിയതിൻ്റെ റേറ്റ് ഏകദേശം 3,500 റുപ്യകളുണ്ടാവും. ഇപ്പോൾ മൂപ്പര് വാങ്ങിച്ചത് 1,000+ റുപ്യക്ക് മാത്രമേ ഉള്ളൂ. അടിപൊളി സംഭവം. അപ്പോൾ എല്ലാവരും കാറ് സ്പെയർ പാർട്സുകളൊക്കെ ഉണ്ട്. ഒരുപാട് പേർക്ക് അറിയാം ശരിക്കും ഇതിൻ്റെ. കണ്ടില്ലേ? ഇതൊക്കെ കണ്ടില്ലേ? കാണിച്ചെന്നൊക്കെയൊന്ന്. ഓ, ഇത് എല്ലാ സംഭവങ്ങളും ജീപ്പിന്റെ ടോട്ടൽ ഐറ്റം അല്ലേ? ബോഡി മൊത്തം അസംബ്ലി ഉണ്ട്. പിന്നെ പീസ് ആയിട്ടുണ്ട്. ഓക്കെ. ജീപ്പ് മാത്രം അതില് ബൊലേറോ പാസഞ്ചർ പിക്കപ്പിന്റെ എന്ത് പാർട്സ് വേണേലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി. ഓക്കെ. ടോട്ടൽ ഐറ്റംസാ. നിസാന്, മസ്ദ. നല്ല കിടക്കുന്ന വണ്ടികൾ കിടക്കുന്നല്ലോ, ഒക്കെ പൊളിക്കാൻ കൊണ്ടുപോയിട്ട വണ്ടികളായി കാണുന്നത്. ഇതെല്ലാം പൊളിക്കാണ്ടതാണല്ലോ വെഹിക്കിൾസ്. ഒന്ന് കാണിക്കട്ടെ പൊളിക്കുന്ന നിങ്ങളെ. ഇതേതാ വണ്ടി? ഒമ്നില്ലേ? ഇതാ പൊളിച്ചുകൊണ്ടിരിക്കുക. ഓരോ പാർട്സ് ഒക്കെ പൊളിക്കുന്നതാണ്. മാരുതി ഒമ്നി. ഇന്നിപ്പം ഇത് ഒരു ദിവസം കൊണ്ട് പൊളിച്ചു ഞങ്ങൾ? ഒരു ദിവസം കഴിയുമല്ലേ? ഒരു ഫുൾ വണ്ടി ഏകദേശം അല്ലേ? ഇതൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്ന എൻജിൻസാ? വർക്ക് ചെയ്യുന്ന അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? അത് നല്ലതുണ്ടാവും. നോക്കിയിട്ട് പിന്നെ കമൻസ് ചെയ്യാം.
ഓക്കെ ഓണർ പോരാ ഓണറാ നിങ്ങളെ ഓക്കെ രണ്ടുണ്ട് ഇലക്ട്രിക്കൽ ഐറ്റംസ് അതെ കാറിൻ്റെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ്. ഇലക്ട്രിക്കൽ എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുൾ ഐറ്റം അവൈലബിൾ അവിടെ. ഇത് നിങ്ങളുടെ എന്താ ഇത് ഷോപ്പ് എന്താ? ഐച്ചർ നിസാൻ ലൈലൻഡ് ഐച്ചർ നിസാന് നിസാൻ ലൈലൻഡ് അതിലൊക്കെ എന്തൊക്കെയാ അത് ക്രാങ്ക് അത് ക്രാങ്ക് ക്രാങ്ക് പിന്നെ ഇത് മൗണ്ട് അത് 400 ഇതാണ് ക്രാങ്ക് അല്ലേ? ഇത് മറ്റേത് ലൈലൻഡ് ഇതോ ലൈലൻഡ് 750 ഇതോ വലുത് ബിഗ് ലൈലൻഡ് ഓക്കെ ഓക്കെ ചെറുത് 750 ക്രാങ്ക്. ഇത് നിസാന്റെ മൗണ്ട് ഇതോ ഇത് 470 അതോ ഇത് ലൈലൻഡിന്റെ മൗണ്ട്. ഇതൊക്കെ നിങ്ങൾ പൊളിച്ചെടുത്തതിന് ശേഷം ഇവിടെ ക്ലീൻ ആക്കിയിട്ട് വിൽക്കും അല്ലേ? റിപ്പയർ ആക്കിയിട്ട് അല്ലല്ല റിപ്പയറിംഗ് പ്രശ്നം വരുന്നില്ല. ഇതിൽ വരുന്ന മോസ്റ്റ്ലി നല്ല സാധനങ്ങൾ തന്നെ ആയിരിക്കും. ഇൻഷുറൻസ് അല്ലേ? ആ രീതിയിലുള്ള സാധനം. മുന്നോ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് അവൈലബിൾ ഇവിടെ ഉള്ളത്? ടയറ്, അബ്സോർബർ അങ്ങനത്തെ സാധനങ്ങളാണ്? സക്കർ അബ്സോർബറൊക്കെ അതെ, ടയറ് അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ വണ്ടീൻ്റെ സ്പെയർ പാർട്സുകൾ, വണ്ടീൻ്റെ സ്പെയർ പാർട്സ് എല്ലാം ഉണ്ട്. എല്ലാം കിട്ടും അല്ലേ? നല്ല ചെറിയ വണ്ടികൾ. ബൈക്കുകളാണ് ജാസ്തി? കാറല്ലേ? നമ്മൾ ഈ കാണുന്നതാണ് ചെറുട്ടി റോഡ് എന്ന് പറയും. മാതൃഭൂമി ഉണ്ടല്ലേ? ഇതിൻ്റെ ഈ വഴിക്കും നമുക്ക് കുട്ട എന്ന് പറയുന്ന അവിടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോറി പൊളിക്കുന്നത് എരഞ്ഞിപ്പാലം പോകണം. ലോറി, ബസ് അങ്ങനത്തെ വലിയ വലിയ ഐറ്റംസ് ഇല്ലേ? വലിയ വലിയ വണ്ടികൾ പാർട്സൊക്കെ അവിടെ കൊണ്ടുവരും. പിന്നെ ഇവിടെ കാറ്, ഓട്ടോറിക്ഷ, ബൈക്കുകൾ കാറെല്ലാം അവിടെ തന്നെ പൊളിക്കല്. പക്ഷേ ചെറിയ ഒറ്റൊന്നായിട്ടുള്ള അപ്പുറം പൊളിക്കല് ഇവിടെ പൊളിക്കല്. ഓക്കെ ഓക്കെ. ഇവിടെ ഉൾഭാഗത്തേക്ക് കയറി കഴിഞ്ഞാലും ഉണ്ട് ഒരുപാട് കണ്ടില്ല. ഇതെല്ലാം ഇതിനോടനുബന്ധിച്ചുള്ളതാണ്. ഇതൊക്കെ ഓട്ടോ പാർട്സാണ്. ഇത് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി. പേരെന്താ? എൻ്റെ പേര് സഫീഖ്, കോഴിക്കോട് ഗ്രാൻഡ് ഓട്ടോ. ഓക്കെ, ഗ്രാൻഡ് ഓട്ടോ അല്ലേ? ഇതൊക്കെ ജീപ്പാ? ഇത് ഓട്ടോറിക്ഷ. ഇത് ഓട്ടോറിക്ഷ. ഇത് ആപ്പ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് അൽഫ. ഇത് ബജാജ് ഡീസൽ. പിന്നെ മാക്സിമോ. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾ പിന്നെ കമ്പനിയിൽ നിന്ന് വരുന്നതാണോ അതോ? കമ്പനിയല്ല, എൻ്റെ വേറെ ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ ഇവിടെ വെക്കും. നിങ്ങളെ കമ്പനിയാ? ഞങ്ങൾ തന്നെ. ഓക്കെ ഓക്കെ. എല്ലാ സൈസും ഉണ്ട്. ഓപ്പോസിറ്റ് ഉണ്ട്, ആപ്പുണ്ട്, ഗുഡ്സുണ്ട്. ഓട്ടോറിക്ഷൻ്റെ ഏത് തരം ഓട്ടോറിക്ഷ ആണെങ്കിലും നിങ്ങളെടുത്ത് വന്നാൽ മതി. ഗ്രാൻഡ് ഓട്ടോ അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം കമ്പനികൾ കൊടുക്കുന്നതിന് കുറഞ്ഞ വിലയിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. പകുതിൻ്റെ പകുതി. കമ്പനികളിലാകുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും അല്ലേ? അതിന്റെ പകുതിക്ക് പകുതി വില നിങ്ങൾ ഇവിടെ കൊടുക്കും. പക്ഷേ പുതിയതാണ് അവിടെ. ഓക്കെ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ ഒറിജിനൽ സാധനം, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രൈസിൻ്റെയിലും എന്ന് വെച്ചാൽ ഒരു ക്വാർട്ടർ പൈസ 75% കുറവുള്ള റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത്. അത് മുഴുവനും അതാണ്. ഇവരെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓക്കെയോ? ഇത് പിക്കപ്പിൻ്റെ ഉണ്ട്, എയ്സ് ഉണ്ട്, മാക്സിമോ ഉണ്ട്, ജീച്ചോ ഉണ്ട്, ദോസ്ത് ഉണ്ട്, ബാക്ക് ബോഡി.
അത് ബജാജ് ഡീസൽ ബജാജ് ഡീസൽ ഇതാ ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ മെക്കാനിക് സാധനങ്ങൾ ആവശ്യം ആക്സില് ഗിയർ സ്റ്റിയറിംഗ് ബോക്സ് വീല് അതിൻ്റെ എല്ലാ സാധനം ഉണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ ഫുൾ സാധനം ഉണ്ട് ഇതെന്താ ഇത് വുഡ് വൈപ്പ് ടോപ്പ് വൈപ്പ് ടോപ്പ് വലിയ ഗോഡൗൺ ആണ്. ഉൾഭാഗത്തേക്ക് പോകാൻ കാണാം. ഇതാ ഇതൊക്കെയാണ് ജീപ്പിൻ്റെ ബോഡി ഐറ്റംസ്. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ കൊടുക്കുമോ ജനങ്ങൾക്ക് ഇങ്ങനെ ഇതിന്റെ നമ്മൾ പൈലൂടല്ലേ പോയത്? പിന്നെ ഇത് അതിൻ്റെ എല്ലാ ചില്ലറ സാധനങ്ങളുണ്ട്. പിന്നെ അതാ ഇതൊക്കെ അതിൻ്റെ പോലെ ജീപ്പ് ഉണ്ട്, വില്ലീസ് ഉണ്ട്, ടാറിൻ്റെ ഉണ്ട്, 540 ഉണ്ട്. കൂടുതൽ മലബാറിനാണോ നിങ്ങൾക്ക് വരുന്നത്? എവിടുന്ന കൂടുതൽ കസ്റ്റമേഴ്സ്? ഞങ്ങൾ മലബാർ കണ്ണൂർ തലശ്ശേരി എല്ലാ ഭാഗത്തും വരും. എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ ഓ, വരും. വരും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കൊട്ട ഏതാ? ഒന്ന് ഇത് അത് കഴിഞ്ഞാൽ തൃശ്ശൂർ. തൃശ്ശൂർ വലുതാ? ഈ വലുപ്പമില്ല, നല്ല രസം. പക്ഷെ ഇത് വലുത് തന്നെ. ഇത് വലുത് എല്ലാ സിസ്റ്റങ്ങളുണ്ട് കേട്ടോ. 550 ബോഡി ഉണ്ട്. ആഴ്ചക്ക് ഞങ്ങൾ ലോഡ് ചെയ്ത് ആയിക്കോട്ടെ. അതും ഞങ്ങൾ ഷോപ്പിൽ നിന്നാണ്. എത്ര ഷോപ്പുണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് 10-15 ഉണ്ട്. അപ്പം നിങ്ങളിവിടുത്തെ ഓ അതാ ഇതൊക്കെ അതിൻ്റെ പിക്കപ്പിന് കേവിങ് പമ്പതിൻ്റെ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഷോപ്പിൽ നിന്നാണ്. ആ പിന്നെ ഓഫീസ് ഇത് നമ്മൾ മേലെ. മോളുണ്ട്. ഓ ഭയങ്കര സംഭവമാണല്ലോ. നിങ്ങളെ കണ്ടോണ്ട് ഇത് കാണിക്കാൻ പറ്റി. പറ്റും. ആ കൊട്ടാന്ന് കേട്ടിരുന്നുണ്ടാവും. അപ്പോൾ പഴയ വിചാരിക്കുള്ളൂ. വണ്ടിന്റെ സംബന്ധമായിട്ട് ആൾക്കാരൊക്കെ ഇത് അറിയാൻ പറ്റും. മറ്റുള്ളവർക്ക് കുറെ പേര് കിട്ടില്ല. ഇതൊക്കെ അതിൻ്റെ സാധനങ്ങളാ. എൻ്റെ എല്ലാ പീസിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വലിയ സംരംഭം. വലിയ സംഭവം ചെറുതല്ല. അല്ലല്ല, അതിൽ കമ്പനി ഉണ്ട്, പുതിയതുണ്ട്, ലോക്കലുണ്ട്, എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് ജനങ്ങൾ കണ്ടിരിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ ഞങ്ങൾ ഷോപ്പ് തന്നെ. അല്ല ബാക്കിലുണ്ട്. ആ താഴെ കണ്ടില്ലേ ഗോഡൗണ്? വലിയ സംരംഭം തന്നെയാണ്. ഓക്കെ എന്നാ ശരി. ഓക്കെ താങ്ക് യു. 4x4 ഉണ്ട് അല്ലേ? ന്യൂ മോഡൽ ജീപ്പ്. 4x4 ന്യൂ മോഡൽ ജീപ്പിന്റെ പാർട്സ് ആണ്. ഇതിനെന്താ പറയുക പാർട്സിന് പേര്? ഹൗസിംഗ് ഫ്രണ്ട് ഹൗസിംഗ് അല്ലേ? ഇത് ടയർ ഹോൾസെയിൽ ടയേഴ്സ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണ്. വലിയ ഷോപ്പാണ്. ട്രാക്ടർ മുതൽ JCB മുതൽ ഹെവി ലോറി മുതൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഉൾഭാഗത്ത് പോയിട്ടൊന്ന് കാണാം. ടയറാണ്. ഓക്കെ, വില കുറച്ച് കൊടുക്കാം. ആ നല്ല ടയർ. ഇത് എവിടുന്നാ വരുന്നത്? ടോട്ടൽ ബാംഗ്ലൂർ. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന സാധനം അവിടെ കിട്ടുന്നത്. അപ്പൊ ഏത് വണ്ടികളുടെ വേണമെങ്കിലും ലോറി മുതൽ JCB വരെ JCB വരെ ഉണ്ട്. നമ്മള് സ്കൂട്ടി ടയർ മുതൽ JCB ടയർ വരെ ഞങ്ങൾ കഴിയുന്നുണ്ട്. ഏത് സെലക്ഷൻ ഏത് നമ്പർ വേണമെങ്കിൽ ചോദിച്ചാൽ ഞമ്മൾക്ക് ഉണ്ടാവും. ഈ ടയറിന് വേറെ എവിടെയും വേണ്ട, ഇവിടെ വന്നാൽ മതി. JCBന്റെ വരെ ടയർ അവൈലബിൾ അവിടെ. ഓക്കെ ഇത് JCB ആ? രണ്ടോ മൂന്നോ നാലോ തരാം. ഇപ്പൊ രണ്ടിനും ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ, ബാക്കി ഗോഡൗണിലുണ്ട്. രണ്ടും കൂടെ ഒരു 23 റുപ്യ തരാം. എത്ര? 23,000 റുപ്യ. 23,000 റുപ്യ ഇതിന് രണ്ടെണ്ണത്തിനുള്ള റേറ്റാ? രണ്ടെണ്ണത്തിന് 23 ലാസ്റ്റ് റേറ്റ്. ഓക്കെ. ഏത് ടയർ വേണം ഏത് ടയർ സൈസ്? ഇത് ടയർ ഓൺലി ടയർ ഇല്ലേ മാത്രല്ലേ ഷോപ്പില്ലേ? സൂപ്പർ. ഇവിടെ ഉണ്ടല്ലോ, പുറത്തുണ്ട് അല്ലേ? ഏത് നിസാന്റെ ടിപ്പറിന്റെ ഏത് ടയർ, സ്കൂട്ടി മുതൽ JCB ടയർ വരെ ഇവിടെ നിലവിൽ അവൈലബിൾ ആണ്. ഓക്കെ. നമ്മുടെ
നിങ്ങളൊക്കെ ഇവിടുത്തെ വർക്കാരല്ലേ? ഇവര് ഇതാ മൂപ്പര് നിങ്ങളെ പേരെന്താ? INTCന്റെ ശരവണൻ. തമിഴ്നാടാ? ഇവിടെ കേരളത്തിൽ ശരവണൻ പേര് കേട്ടില്ല. എല്ലാ ചെറിയ ചോയുണ്ട് അവിടെ. ഉണ്ടല്ലേ? ചോയണ്ടല്ലേ? ചെറിയ ചോയ. ഇത് ഓട്ടോറിക്ഷ മാത്രം കിട്ടുന്നല്ലേ? ഓട്ടോറിക്ഷ നിങ്ങൾ നടന്നോണ്ട് മുമ്പിൽ ഓട്ടോറിക്ഷന്റെ എല്ലാ ഐറ്റംസും എല്ലാ ഓട്ടോറിക്ഷന്റെ ഓക്കെ. ഫുള്ള് ഓട്ടോറിക്ഷ മാത്രമാ? ഓക്കെ. അപ്പോൾ ഓട്ടോറിക്ഷൻ്റെ എന്ത് പ്രോബ്ലം, എന്ത് ഐറ്റംസും പാർട്സും വേണമെങ്കിൽ ഇവിടെ സമീപം. എന്താ ഷോപ്പിൻ്റെ പേര്? സിദ്ദിഖ. ഷോപ്പിൻ്റെ പേരില്ലേ? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് ഇവരാണ് സിദ്ദീഖ്. കണ്ടില്ലേ? നിറഞ്ഞ് കിടക്കാണ് പാർട്സുകൾ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓട്ടോ സംബന്ധമായിട്ട് ഏത് തരം ഓട്ടോ ഉണ്ട്? ഓക്കെ. ഷോപ്പിന് പേരില്ല കേട്ടോ, സിദ്ദീഖ് എന്ന പ്രത്യേകം. ലോറി സ്റ്റാൻഡ് അല്ലേ? ലോറി സ്റ്റാൻഡില് സിദ്ദീഖിന്റെ കട. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട്, ബോഡി ഐറ്റംസും എല്ലാം ഉണ്ട്. അപ്പോൾ കോഴിക്കോട് കൊട്ട എന്ന് പറയുന്ന ഏകദേശം രൂപങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് ഏരിയയിലാണ്. ശരിക്കും കേരളത്തിൽ രണ്ടെണ്ണം ഏറ്റവും വലുതല്ല. ഒന്ന് തൃശ്ശൂരും ഒന്ന് കോഴിക്കോട്. കോഴിക്കോട് ശരിക്കും വളരെ വലുതാണ്. ബാംഗ്ലൂരിൻ്റെയിലും വലുതാണ് എൻ്റെ അഭിപ്രായത്തിൽ. മൈസൂരിൻ്റെയിലും വലുതാണ്. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ഈ വണ്ടി ബൈക്ക് കാറുകൾ എന്ത് ജീപ്പ് എന്തുള്ളവർക്കും എന്ത് സ്പെയർ പാർട്സ് വേണമെങ്കിലും ഇവിടെ കിട്ടും. എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവർ ഒരുപാട് പേരുണ്ട് ഇവിടെ കോഴിക്കോട് കൊട്ടനെ കുറിച്ചുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എല്ലാവരും വിശദമായി കാണിച്ചെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ പറയുന്നു.